ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മൾ ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും ആദ്യം പഠിക്കുന്നത് അതിലെ അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ കൂട്ടിവെച്ച് വാക്കുകൾ പറയാൻ തുടങ്ങും, പിന്നെ വാക്കുകൾ ചേർത്ത് വെച്ച് സെന്റൻസുകൾ പറയാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്തും വാക്കുകൾ പഠിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 30 ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ 30 വീഡിയോകളിലായിട്ട് 3000 ഇംഗ്ലീഷ് വാക്കുകൾ പറയുന്ന ഒരു സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് അതിൽ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് കമന്റ്സിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഏതായാലും അതിന്റെ ബാക്കിയാണ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ 11ഓളം വീഡിയോകളിലായിട്ട് 1100ഓളം വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അതിന്റെ ബാക്കി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കോൺസെൻട്രേറ്റ്, ഏകാഗ്രമാക്കുക, ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. ഈഗർ, ആകാംക്ഷയുള്ള അല്ലെങ്കിൽ വ്യഗ്രതയുള്ള. എനിക്ക് പഠിക്കാൻ ആകാംക്ഷയുണ്ട്. ഐ എം ഈഗർ ടു ലേൺ. ലേൺ എന്ന് പറഞ്ഞാൽ പഠിക്കുക. ഐ എം ഈഗർ ടു ലേൺ. ഫിയർ, ഭയം അല്ലെങ്കിൽ പേടി. എനിക്ക് ഏറ്റവും ഭയം പാമ്പുകളെയാണ്. ഐ ഫിയർ സ്നേക്സ് ദ മോസ്റ്റ്. സ്നേക്ക്, പാമ്പ്. ഐ ഫിയർ സ്നേക്സ് ദ മോസ്റ്റ്. ബോയിൽ, പുഴുങ്ങുക, തിളപ്പിക്കുക, വേവിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഒരു മുട്ട പുഴുങ്ങുന്നത് എങ്ങനെയെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഐ ഡിഡൻറ്റ് ഈവൻ നോ ഹൗ ടു ബോയിൽ എൻ എഗ്. നോ, അറിയുക. ഐ ഡിഡൻറ്റ് ഈവൻ നോ ഹൗ ടു ബോയിൽ എൻ എഗ്. പ്രോപ്പർലി, കൃത്യമായി അല്ലെങ്കിൽ ശരിയായി. ഞാൻ ആ ഉരുളക്കിഴങ്ങ് ശരിയായി വേവിച്ചു. ഐ ഹാവ് പ്രോപ്പർലി ബോയിൽഡ് ദാറ്റ് പൊട്ടേറ്റോ. ബോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പുഴുങ്ങുക അല്ലെങ്കിൽ വേവിക്കുക. ഐ ഹാവ് പ്രോപ്പർലി ബോയിൽഡ് ദാറ്റ് പൊട്ടേറ്റോ. ക്വയറ്റ്, ശാന്തമായ, മിണ്ടാതിരിക്കുക, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ദയവായി മിണ്ടാതിരിക്കുക. പ്ലീസ് ബി ക്വയറ്റ്. പ്ലീസ് ബി ക്വയറ്റ്. ക്വിറ്റ്, അധികാരമൊഴിയുക, പുറത്തു കടക്കുക അല്ലെങ്കിൽ ജോലിയും മറ്റും ഉപേക്ഷിക്കുക. അവൾ ജോലി ഉപേക്ഷിക്കുകയാണ്. ഷീസ് ക്വിറ്റിംഗ് ഹെർ ജോബ്. ഷീസ് ക്വിറ്റിംഗ് ഹെർ ജോബ്. പിക്ക്, തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ പെറുക്കിയെടുക്കുക. പാക്കിൽ നിന്ന് ഏതെങ്കിലും കാർഡ് തിരഞ്ഞെടുക്കുക. പിക്ക് എനി കാർഡ് ഫ്രം ദ പാക്ക്. പിക്ക് എനി കാർഡ് ഫ്രം ദ പാക്ക്. ബെനഫിഷ്യൽ, പ്രയോജനകരമായ, ഗുണപ്രദമായ അല്ലെങ്കിൽ ഉപകാരപ്രദമായ. നല്ല ഉറക്കം നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. എ ഗുഡ് സ്ലീപ്പ് ഈസ് ബെനഫിഷ്യൽ ഫോർ യുവർ ഹെൽത്ത്. എ ഗുഡ് സ്ലീപ്പ് ഈസ് ബെനഫിഷ്യൽ ഫോർ യുവർ ഹെൽത്ത്. ലുമിനസ്, ഉജ്ജ്വലമായ, തിളങ്ങുന്ന, മിന്നുന്ന, ഇതൊക്കെയാണ് അർത്ഥം. എൻ്റെ വാച്ചിൽ തിളങ്ങുന്ന സംഖ്യകളുണ്ട്. മൈ വാച്ച് ഹാസ് ലുമിനസ് നമ്പേഴ്സ്. മൈ വാച്ച് ഹാസ് ലുമിനസ് നമ്പേഴ്സ്. എക്കോ, പ്രതിധ്വനി അല്ലെങ്കിൽ മാറ്റൊലി. ചുവരിൽ നിന്ന് ഒരു പ്രതിധ്വനി തിരിച്ചു വന്നു. ആൻ എക്കോ വാസ് റിട്ടേൺ ഫ്രം ദ വാൾ. വാൾ, ചുമര് അല്ലെങ്കിൽ ഭിത്തി. റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചെത്തുക അല്ലെങ്കിൽ തിരിച്ചു വരിക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആൻ എക്കോ വാസ് റിട്ടേൺ ഫ്രം ദ വാൾ. ഡിഫറൻഷിയേറ്റ്, വേർതിരിക്കുക അല്ലെങ്കിൽ വ്യത്യാസം കണ്ടുപിടിക്കുക. രണ്ട് പൂക്കളെയും വേർതിരിച്ചറിയാൻ അവന് കഴിയില്ല. ഹീ കനോട്ട് ഡിഫറൻഷിയേറ്റ് ദ ടു ഫ്ലവേഴ്സ്. ഹീ കനോട്ട് ഡിഫറൻഷിയേറ്റ് ദ ടു ഫ്ലവേഴ്സ്. ഇൻവോൾവ്, അകപ്പെടുത്തുക, ഉൾപ്പെടുത്തുക, പങ്കുചേർക്കുക, ഇതൊക്കെയാണ് അർത്ഥം. നിങ്ങളുടെ പ്രശ്നത്തിൽ മറ്റുള്ളവരെ ഉൾപ്പെടുത്തരുത്. ഡോണ്ട് ഇൻവോൾവ് അതർ പീപ്പിൾ ഇൻ യുവർ ട്രബിൾ. ഡോണ്ട് ഇൻവോൾവ് അതർ പീപ്പിൾ ഇൻ യുവർ ട്രബിൾ. ഫ്രീക്വൻറ്റ്, പതിവായ, കൂടെ കൂടെ ഉണ്ടാകുന്ന, ഇടയ്ക്കിടെ വരുന്ന, ഇതൊക്കെയാണ് അർത്ഥം. ഇടയ്ക്കിടെയുള്ള യാത്രകൾ ഉൾപ്പെടുന്നതാണ് ഈ ജോലി. ദിസ് ജോബ് ഇൻവോൾവ്സ് ഫ്രീക്വൻറ്റ് ട്രാവൽ. ഇൻവോൾവ് നമ്മളിപ്പോൾ പറഞ്ഞു. ദിസ് ജോബ് ഇൻവോൾവ്സ് ഫ്രീക്വൻറ്റ് ട്രാവൽ. ട്രീറ്റ്, പെരുമാറുക, കൈകാര്യം ചെയ്യുക, ചെലവ് ചെയ്യുക, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ മറ്റുള്ളവരോട് ദയയോടെ പെരുമാറണം. യു ഷുഡ് ട്രീറ്റ് അതേഴ്സ് കൈൻഡ്ലി. കൈൻഡ്ലി എന്ന് വെച്ചാൽ ദയയോടെ. യു ഷുഡ് ട്രീറ്റ് അതേഴ്സ് കൈൻഡ്ലി. എനിമി, ശത്രു. അവൻ എപ്പോഴും എന്നോട് ഒരു ശത്രുവിനെ പോലെയാണ് പെരുമാറുന്നത്. ഹി ഓൾവേസ് ട്രീറ്റ്സ് മീ ലൈക്ക് ആൻ എനിമി. ഓൾവേസ്, എപ്പോഴും. ഹി ഓൾവേസ് ട്രീറ്റ്സ് മീ ലൈക്ക് ആൻ എനിമി. എക്സ്പെക്റ്റ്, പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ പ്രത്യാശിക്കുക. അവൻ പരീക്ഷ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ എക്സ്പെക്ട് ഹീൽ പാസ് ദി എക്സാമിനേഷൻ. ഐ എക്സ്പെക്ട് ഹീൽ പാസ് ദി എക്സാമിനേഷൻ. എക്സെപ്റ്റ്, ഒഴികെ, അല്ലാതെ, ഇതൊക്കെയാണ് അർത്ഥം. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഞങ്ങൾ ജോലി ചെയ്യുന്നു. വി വർക്ക് എവ്രി ഡേ എക്സെപ്റ്റ് സൺഡേ. വി വർക്ക് എവ്രി ഡേ എക്സെപ്റ്റ് സൺഡേ. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, കൃതജ്ഞത അല്ലെങ്കിൽ ഉപകാരസ്മരണ. അവളുടെ ഹൃദയം കൃതജ്ഞതയാൽ നിറഞ്ഞിരുന്നു. ഹെർ ഹാർട്ട് വാസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അഡ്മിറ്റ്, സമ്മതിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക.
ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു. ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക്. ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക്. ഡിഫീറ്റ്, പരാജയം അല്ലെങ്കിൽ തോൽവി. ആ മനുഷ്യൻ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. ദാറ്റ് മാൻ നെവർ അഡ്മിറ്റ്സ് ഡിഫീറ്റ്. അഡ്മിറ്റ് നമ്മൾ പറഞ്ഞു സമ്മതിച്ചു കൊടുക്കുക. ദാറ്റ് മാൻ നെവർ അഡ്മിറ്റ്സ് ഡിഫീറ്റ്. കിൻഡിൽ, കത്തിക്കുക അല്ലെങ്കിൽ എരിക്കുക. ഈ തടി കത്തിക്കാനാവാത്ത വിധം നനഞ്ഞിരിക്കുന്നു. ദിസ് വുഡ് ഈസ് ടു വെറ്റ് ടു കിൻഡിൽ. വെറ്റ് എന്ന് വെച്ചാൽ നനഞ്ഞ. ദിസ് വുഡ് ഈസ് ടു വെറ്റ് ടു കിൻഡിൽ. ബിയോണ്ട്, അകലെ അല്ലെങ്കിൽ അപ്പുറം. ബ്രിഡ്ജിന് അല്ലെങ്കിൽ പാലത്തിന് അപ്പുറത്താണ് വീട്. ദ ഹൗസ് ഈസ് ബിയോണ്ട് ദ ബ്രിഡ്ജ്. ദ ഹൗസ് ഈസ് ബിയോണ്ട് ദ ബ്രിഡ്ജ്. ഡിസ്ട്രാക്ട്, വ്യതിചലിപ്പിക്കുക, ശ്രദ്ധ തിരിക്കുക. ഇതൊക്കെയാണ് അർത്ഥം. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ ശ്രദ്ധ തിരിക്കരുത്. ഡോണ്ട് ഡിസ്ട്രാക്ട് മീ വൈൽ ഐ എം ഡ്രൈവിംഗ്. വൈൽ എന്ന് വെച്ചാൽ അപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത്. ഡോണ്ട് ഡിസ്ട്രാക്ട് മീ വൈൽ ഐ എം ഡ്രൈവിംഗ്. സ്റ്റാർട്ടിൽ, ഞെട്ടിപ്പോവുക, പേടിപ്പിക്കുക. ഇതാണ് അർത്ഥം. ഇടിമുഴക്കം കുഞ്ഞിനെ ഞെട്ടിച്ചു. ദ തണ്ടർ സ്റ്റാർട്ടിൽ ദ ലിറ്റിൽ ബേബി. തണ്ടർ ഇടിമുഴക്കം. ദ തണ്ടർ സ്റ്റാർട്ടിൽ ദ ലിറ്റിൽ ബേബി. ബിലോവിഡ്, പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രിയമുള്ള. അവൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. ഷി വാസ് ബിലോവിഡ് ബൈ എവ്രി വൺ. ഷി വാസ് ബിലോവിഡ് ബൈ എവ്രി വൺ. കളക്റ്റീവ്, കൂട്ടായ അല്ലെങ്കിൽ ഒന്നിച്ചുകൂടിയ. അതൊരു കൂട്ടായ തീരുമാനമായിരുന്നു. ഇറ്റ് വാസ് എ കളക്റ്റീവ് ഡിസിഷൻ. ഡിസിഷൻ തീരുമാനം. ഇറ്റ് വാസ് എ കളക്റ്റീവ് ഡിസിഷൻ. എൻകറേജ്, പ്രോത്സാഹിപ്പിക്കുക, ധൈര്യം പകരുക. ഇതൊക്കെയാണ് അർത്ഥം. വീണ്ടും ശ്രമിക്കാൻ അവൾ അവനെ പ്രോത്സാഹിപ്പിച്ചു. ഷീ എൻകറേജ്ഡ് ഹിം ടു ട്രൈ അഗെയിൻ. ട്രൈ, ശ്രമിക്കുക. അഗെയിൻ, വീണ്ടും. ഷീ എൻകറേജ്ഡ് ഹിം ടു ട്രൈ അഗെയിൻ. ആർഗ്യൂ, വാദിക്കുക, തർക്കിക്കുക. ഇതാണ് അർത്ഥം. എന്നോട് തർക്കിക്കരുത്. ഡോണ്ട് ആർഗ്യൂ വിത്ത് മീ. ഡോണ്ട് ആർഗ്യൂ വിത്ത് മീ. കേപ്പബിലിറ്റി, കഴിവ് അല്ലെങ്കിൽ ശേഷി. അവൾക്കിത് ചെയ്യാനുള്ള കഴിവുണ്ട്. ഷീ ഹാസ് ദ കേപ്പബിലിറ്റി ടു ഡു ദിസ്. ഷീ ഹാസ് ദ കേപ്പബിലിറ്റി ടു ഡു ദിസ്. എഡിബിൾ, ഭക്ഷണയോഗ്യമായ അല്ലെങ്കിൽ തിന്നാൻ പറ്റിയ. ഇത് ഭക്ഷ്യയോഗ്യമാണ്. ദിസ് ഈസ് എഡിബിൾ. ദിസ് ഈസ് എഡിബിൾ. എഫേസ്, ഇല്ലാതാക്കുക, തുടച്ചു മാറ്റുക, മായ്ച്ചു കളയുക. ഇതൊക്കെയാണ് അർത്ഥം. മണലിലെ കാൽപ്പാടുകൾ മായ്ച്ചു കളയുക. എഫേസ് ദ ഫുട് പ്രിൻറ്റ്സ് ഇൻ ദ സാൻഡ്സ്. ഫുട് പ്രിൻറ്റ്സ് കാൽപ്പാടുകൾ. എഫേസ് ദ ഫുട് പ്രിൻറ്റ്സ് ഇൻ ദ സാൻഡ്സ്. ഫേബിൾ, ഫേബിൾ എന്ന് പറഞ്ഞാൽ കെട്ടുകഥ. നിങ്ങളത് ഒരുതരം കെട്ടുകഥയാക്കി. യു മേഡ് ഇറ്റ് എ കൈൻഡ് ഓഫ് ഫേബിൾ. യു മേഡ് ഇറ്റ് എ കൈൻഡ് ഓഫ് ഫേബിൾ. ഹെറിഡിറ്റി, പാരമ്പര്യം. പാരമ്പര്യം നിയന്ത്രിക്കുന്നത് ജീനുകളാണ്. ഹെറിഡിറ്റി ഈസ് കൺട്രോൾഡ് ബൈ ജീൻസ്. ഹെറിഡിറ്റി ഈസ് കൺട്രോൾഡ് ബൈ ജീൻസ്. ഇൻഡീഡ്, തീർച്ചയായും, പരമാർത്ഥത്തിൽ, സത്യത്തിൽ. ഇതൊക്കെയാണ് അർത്ഥം. അവൻ ശരിക്കും നല്ല കുട്ടിയാണ്. ഹീസ് എ നൈസ് ബോയ് ഇൻഡീഡ്. ഹീസ് എ നൈസ് ബോയ് ഇൻഡീഡ്. സ്പോയിൽ, നശിപ്പിക്കുക അല്ലെങ്കിൽ ചീത്തയാക്കുക. നിങ്ങളുടെ സായാഹ്നം നശിപ്പിക്കാൻ അവനെ അനുവദിക്കരുത്. ഡോണ്ട് ലെറ്റ് ഹിം സ്പോയിൽ യുവർ ഈവനിങ്. ഡോണ്ട് ലെറ്റ് ഹിം സ്പോയിൽ യുവർ ഈവനിങ്. ലിബർട്ടി, സ്വാതന്ത്ര്യം. അമിതമായ സ്വാതന്ത്ര്യം എല്ലാം നശിപ്പിക്കുന്നു. ടു മച്ച് ലിബർട്ടി സ്പോയിൽസ് ഓൾ. സ്പോയിൽ നമ്മളിപ്പോൾ പറഞ്ഞു നശിപ്പിക്കുക. ടു മച്ച് ലിബർട്ടി സ്പോയിൽസ് ഓൾ. ആബ്സല്യൂട്ട്, പരിപൂർണമായ അല്ലെങ്കിൽ സംശയരഹിതമായ. എനിക്ക് അവളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഐ ഹാവ് ആബ്സല്യൂട്ട് കോൺഫിഡൻസ് ഇൻ ഹെർ. നെഗ്ലിജിബിൾ, അവഗണിക്കാവുന്ന അല്ലെങ്കിൽ നിസാരമായ. അളവെടുപ്പിൽ നിസാരമായ വ്യത്യാസമേ ഉള്ളൂ. ദർ ഈസ് ഓൺലി എ നെഗ്ലിജിബിൾ ഡിഫറൻസ് ഇൻ ദ മെഷർമെൻറ്റ്. ഡിഫറൻസ്, വ്യത്യാസം. മെഷർമെൻറ്റ്, അളവെടുക്കൽ. ദർ ഈസ് ഓൺലി എ നെഗ്ലിജിബിൾ ഡിഫറൻസ് ഇൻ ദ മെഷർമെൻറ്റ്. ഒപ്പോണൻറ്റ്, എതിരാളി. അവൻ്റെ എതിരാളി വളരെ ശക്തനാണ്. ഹിസ് ഒപ്പോണൻറ്റ് ഈസ് വെരി സ്ട്രോങ്. ഹിസ് ഒപ്പോണൻറ്റ് ഈസ് വെരി സ്ട്രോങ്. റുട്ടീൻ, ദിനചര്യ. വ്യായാമം നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. മേക്ക് എക്സസൈസ് എ പാർട്ട് ഓഫ് യുവർ ഡെയിലി റുട്ടീൻ. മേക്ക് എക്സസൈസ് എ പാർട്ട് ഓഫ് യുവർ ഡെയിലി റുട്ടീൻ. മോഡസ്റ്റ്, വിനീതനായ അല്ലെങ്കിൽ അഹംഭാവമില്ലാത്ത. അവൻ തൻ്റെ പെരുമാറ്റത്തിൽ എളിമയുള്ളവനാണ്. ഹീസ് മോഡസ്റ്റ് ഇൻ ഹിസ് ബിഹേവിയർ. ബിഹേവിയർ, പെരുമാറ്റം. ഹീസ് മോഡസ്റ്റ് ഇൻ ഹിസ് ബിഹേവിയർ. ഒക്കെ, സംഭവിക്കുക. എപ്പോഴാണ് അപകടം സംഭവിച്ചത്? വെൻ ഡിഡ് ദി ആക്സിഡൻറ്റ് ഒക്കെ? വെൻ ഡിഡ് ദി ആക്സിഡൻറ്റ് ഒക്കെ? നിയർ ബൈ, അരികെ അല്ലെങ്കിൽ വളരെ അടുത്തുള്ള. അവളുടെ അമ്മ അടുത്തുള്ള പട്ടണത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ഹെർ മദർ ലിവ്ഡ് ഇൻ എ നിയർ ബൈ ടൗൺ. ലിവ്, താമസിക്കുക അല്ലെങ്കിൽ ജീവിക്കുക. ഹെർ മദർ ലിവ്ഡ് ഇൻ എ നിയർ ബൈ ടൗൺ. അവളുടെ അമ്മ അടുത്തുള്ള പട്ടണത്തിലായിരുന്നു താമസിച്ചിരുന്നത്. മിസ്റ്ററി, നിഗൂഢത അല്ലെങ്കിൽ രഹസ്യം.
അവൻ പലപ്പോഴും നിഗൂഢത നിറഞ്ഞ കഥകൾ പറയുന്നു. ഹി ഓഫൻ ടെൽസ് സ്റ്റോറീസ് ഫുൾ ഓഫ് മിസ്റ്ററി. ഓഫൻ പലപ്പോഴും. ഹി ഓഫൻ ടെൽസ് സ്റ്റോറീസ് ഫുൾ ഓഫ് മിസ്റ്ററി. ഒബ്റ്റെയിൻ ലഭിക്കുക, നേടുക, കരസ്ഥമാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. വായനയിലൂടെ നിങ്ങൾക്ക് അറിവ് നേടാനാകും. യു ക്യാൻ ഒബ്റ്റെയിൻ നോളജ് ത്രൂ റീഡിങ്. നോളജ് അറിവ്. യു ക്യാൻ ഒബ്റ്റെയിൻ നോളജ് ത്രൂ റീഡിങ്. ബോഗ് ചതുപ്പ് നിലം, ചെളിയിൽ താണുപോകുക, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആ വയലിലൂടെ നടക്കരുത്, അതൊരു ചതുപ്പ് നിലമാണ്. ഡോണ്ട് വാക്ക് അക്രോസ് ദാറ്റ് ഫീൽഡ്, ഇറ്റ്സ് എ ബോഗ്. ഡോണ്ട് വാക്ക് അക്രോസ് ദാറ്റ് ഫീൽഡ്. ഫീൽഡ് എന്ന് വെച്ചാൽ വയൽ. ആ വയലിലൂടെ നടക്കരുത്, ഇറ്റ്സ് എ ബോഗ്, അതൊരു ചതുപ്പ് നിലമാണ്. ഡോണ്ട് വാക്ക് അക്രോസ് ദാറ്റ് ഫീൽഡ്, ഇറ്റ്സ് എ ബോഗ്. എക്സ്പാൻഡ് വികസിപ്പിക്കുക, വ്യാപിപ്പിക്കുക, വിപുലീകരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അവർ തങ്ങളുടെ കമ്പനി വിപുലീകരിക്കാൻ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ തങ്ങളുടെ കമ്പനി വിപുലീകരിക്കാൻ പദ്ധതിയിടുന്നു. ദേ ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ് ദെയർ കമ്പനി. ദേ ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ് ദെയർ കമ്പനി. ഇൻറ്റൻഷൻ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശ്യം. അത് ചെയ്യുന്നതിൽ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? വാട്ട് വാസ് യുവർ ഇൻറ്റൻഷൻ ഇൻ ഡൂയിങ് ദാറ്റ്? വാട്ട് വാസ് യുവർ ഇൻറ്റൻഷൻ ഇൻ ഡൂയിങ് ദാറ്റ്? എക്സാക്ട്ലി കൃത്യമായി അല്ലെങ്കിൽ ശരിയായി. എനിക്ക് കൃത്യമായി അറിയില്ല. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. എക്സ്ട്രീംലി അങ്ങേയറ്റം അല്ലെങ്കിൽ വളരെയധികം. ഞാൻ വളരെ ക്ഷീണിതനാണ്. ഐ എം എക്സ്ട്രീംലി ടയേർഡ്. ഐ എം എക്സ്ട്രീംലി ടയേർഡ്. ഒക്കേഷണലി വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടെ. അത് വല്ലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇറ്റ് ഹാപ്പൻസ് ഒക്കേഷണലി. ഇറ്റ് ഹാപ്പൻസ് ഒക്കേഷണലി. ഹാപ്പൻ സംഭവിക്കുക. പ്രോഗ്രസ് പുരോഗതി, വികാസം, അഭിവൃദ്ധി, ഇതൊക്കെയാണ് അർത്ഥം. നിങ്ങളുടെ ഇംഗ്ലീഷിൽ നിങ്ങൾ പുരോഗതി കൈവരിച്ചു. യു ഹാവ് മെയ്ഡ് പ്രോഗ്രസ് വിത്ത് യുവർ ഇംഗ്ലീഷ്. യു ഹാവ് മെയ്ഡ് പ്രോഗ്രസ് വിത്ത് യുവർ ഇംഗ്ലീഷ്. ബ്രീഫ്ലി ചുരുക്കി പറഞ്ഞാൽ, ചുരുക്കി, ചുരുക്കിയ, ഇതൊക്കെയാണ് അർത്ഥം. ഞങ്ങൾ ഫോണിൽ ചുരുക്കി സംസാരിച്ചു. വി സ്പോക്ക് ബ്രീഫ്ലി ഓൺ ദ ഫോൺ. സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. സ്പോക്ക് സംസാരിച്ചു. വി സ്പോക്ക് ബ്രീഫ്ലി ഓൺ ദ ഫോൺ. ഞങ്ങൾ ഫോണിൽ ചുരുക്കി സംസാരിച്ചു. റെലവൻറ്റ് യോജിക്കുന്ന, പ്രസക്തമായ, പൊരുത്തമുള്ള, ഇതൊക്കെയാണ് അർത്ഥം. പ്രസക്തമായ എല്ലാ വിവരങ്ങളും എനിക്ക് അയയ്ക്കുക. സെൻഡ് മീ ഓൾ ദ റെലവൻറ്റ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ വിവരം. സെൻഡ് മീ ഓൾ ദ റെലവൻറ്റ് ഇൻഫർമേഷൻ. ഗൈഡൻസ് മാർഗനിർദ്ദേശം, നേതൃത്വം, വഴികാട്ടൽ, ഇതൊക്കെയാണ് അർത്ഥം. അച്ഛൻ്റെ മാർഗനിർദ്ദേശത്തിൽ അവൻ നീന്തൽ പഠിച്ചു. അണ്ടർ ഹിസ് ഫാദേഴ്സ് ഗൈഡൻസ് ഹി ലേൺഡ് ഹൗ ടു സ്വിം. സ്വിം നീന്തുക, ലേൺ പഠിക്കുക. അണ്ടർ ഹിസ് ഫാദേഴ്സ് ഗൈഡൻസ് ഹി ലേൺഡ് ഹൗ ടു സ്വിം. അച്ഛൻ്റെ മാർഗനിർദ്ദേശത്തിൽ അവൻ നീന്തൽ പഠിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.